നമസ്കാരം. ടെലിവിഷൻ ഷോകളിലൂടെ ഏറെ സുപരിചിതനായ റിഷാദാണ് സി മലയാളം ന്യൂസിനൊപ്പം ഈ ഓണദിനത്തിൽ ഉള്ളത്. റിഷാദ് നമസ്കാരം. നമസ്കാരം. റിഷാദിന്റെ പേര് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷെ ഒരു ശബ്ദം കേട്ടാൽ എല്ലാവർക്കും തിരിച്ചറിയാം. ഏതാണ് ആ ശബ്ദം? വളരെ ലാജിക്കലായിട്ട് ഞാൻ പറയാം. ഈ ശബ്ദം മനസ്സിലായോ എനക്ക്? അറിവികെട്ട മുണ്ടവേ, ഞാൻ ഒന്നൊരുത്ത് ചോദിക്കുക തലയാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഞാൻ പൊട്ടനാ? ദിസ് ഈസ് റാങ്. പറ, യാരാ ഞാൻ? ചിലരൊക്കെ ഈ ജൂനിയർ ബാലയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ. എന്താ അത്തരം ഒരു വിളിയൊക്കെ കേൾക്കുമ്പോൾ തോന്നാറുള്ളത്? ഭയങ്കര സന്തോഷമാണ് തോന്നാറുള്ളത്. കാരണം നല്ല കാര്യമാണല്ലോ. വേറെ ചെറിയൊന്നുമില്ലല്ലോ വിളിക്കുന്നത്. ജൂനിയർ ബാല അങ്ങനെ വിളിക്കുമ്പോൾ എന്താ പറയുക, പ്രൗഡ് വരും. എങ്ങനെയാണ് ബാലയെ കണ്ടുമുട്ടുന്നതും അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദം അവതരിപ്പിക്കുന്നത്? ശരിക്കും ബാല എന്ന ചലച്ചിത്ര താരത്തെ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരിക്കും ശബ്ദം ആളുകൾ അറിഞ്ഞൊരു സമയത്ത് പിന്നെ ട്രോളുകളിലും എല്ലാം ആ ശബ്ദം നിറയെ നമ്മൾ കണ്ടേ. ആ ശബ്ദം അതേപോലെ തന്നെ അവതരിപ്പിച്ച് വളരെ കുറച്ച് പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് റിഷാദ്. എങ്ങനെയാണ് ആ ശബ്ദം അവതരിപ്പിക്കുന്നതിലേക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലേക്കും ഒക്കെ എത്തിയത്? അത് ഞാൻ ഈ കോമഡി ലുസം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ മിമിക്രി ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെയും അങ്ങനെ ഒരുപാട് പേരുടെ സൗണ്ട് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്താണ് ഒരു ഇൻ്റർവ്യൂ, ബാലയുടെ ഒരു ഇൻ്റർവ്യൂ വൈറലായത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പുള്ളിയുടെ സൗണ്ട് ഇങ്ങനത്തെയാണ്. അത്രയും നാൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ പുതിയ മുഖത്തിലും പുലിമുരികളിലൊക്കെ കാണുന്ന സൗണ്ടാണെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി അതല്ല, ഇതാണ് സൗണ്ടെന്ന്. പിന്നെ ഞാനിരുന്ന് കുറേ വട്ടം ഇങ്ങനെ കണ്ട് ചിരിച്ച് സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ മിമിക്രിക്കാരും ചെയ്യുന്ന അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ് നോക്കും. അങ്ങനെ പയ്യെ പറഞ്ഞ് നോക്കി പഠിച്ചിട്ട് അത് ഞാൻ കോമഡി ഷോത്തിൽ ചെയ്തു. അപ്പോൾ ആ എപ്പിസോഡ് മിഥുൻ ചേട്ടനുണ്ട്, അതിൻ്റെ ആങ്കർ. പുള്ളിക്കാരൻ അതെടുത്ത് ബാലയ്ക്ക് അയച്ചു കൊടുത്തു. ബാലചേട്ടൻ കണ്ടിട്ട് എന്നെ വിളിച്ചു. ഇർഷാദ്, ഞാൻ ആരാണെന്നറിയോ എനിക്ക്? എനിക്കറിയാം, ബാലസാറല്ലേ? അതെ, ബാലസാറാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നീ എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഉനക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ആദ്യമായിട്ട് വീട്ടിൽ ചെല്ലുന്നത്. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച ആ ശബ്ദം അനുകരിച്ച് കാണിച്ചപ്പോൾ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? പുള്ളി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ അതൊന്ന് പറയാമോ? എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേപോലെ ഞാൻ ചെന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സൗണ്ട് ചെയ്താൽ കേൾക്കട്ടെ. നല്ല പോലെ ചെയ്തു. ഞാനൊരു സർപ്രൈസ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സൊക്കെ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ വീട്ടിലേക്ക് കയറി വരും. ഇർഷാദ് വരവാ, ചെയ്ത് കേൾപ്പിക്കും. എൻ്റെ സൗണ്ട് കേൾക്കണോ? കേട്ടോ. അങ്ങനെ പിന്നെ പോകുമ്പോഴൊക്കെ പുള്ളിക്ക് സന്തോഷമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്യാൻ പറയും, ഞാൻ ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് സംസാരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി വന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ചേട്ടാ ഇപ്പോൾ ബാലചേട്ടൻ ഇൻ്റർവ്യൂ ചെയ്യുക. ഓക്കെ, ചോദിച്ചോ. എന്താ ബാലചേട്ടൻ്റെ പുതിയ ചലച്ചിത്രങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പടം ഇറങ്ങിയില്ലേ, ആടുജീവിതം. നല്ല പടം, എല്ലാവരും പറഞ്ഞു. എൻ്റെ ബാലജീവിതം വരുന്നുണ്ട്, വളരെ നല്ല പടമാണ്. കാരണം പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു പടം ചെയ്യാൻ പോകും. ഞാൻ വീർവേനന്ദിന് നെയ്ത്തായോ സൂപ്പർ ഹിറ്റ് പടം, അതും കാണും. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചേട്ടൻ തന്നെയാണെന്ന്? ഞാൻ എല്ലാം സംവിധാനവും നിർമ്മാണവും ഒക്കെ എല്ലാം ഞാൻ ഉള്ളപ്പോൾ വേറെ ആരും എന്ത് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ മലയാള സിനിമയിലെ രാജാവ് ചേട്ടനാണോ? മലയാള സിനിമയിലെ രാജ ഞാനാണ് മലയാള സിനിമയിലെ അല്ല. എല്ലാവരും കളിയാക്കി. മലയാളികളുടെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ, നന്മ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യില്ല, തിന്മ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് പ്രശ്നം. ചോദിക്കടാ, എന്ന് തൊട്ടാ ഈ ബാലയുടെ ശബ്ദം അനുകരിക്കാൻ തുടങ്ങുന്നത്? യാര്? ഇത് ബാലയല്ലേ? ഞാൻ എന്നെ അനുഗ്രഹിക്കണോ? കല്യാണം കഴിഞ്ഞാണ് എനിക്ക്? അല്ല. എന്താ കല്യാണം കഴിക്കാത്തേ? സമയമായിട്ടില്ലെന്ന് ആളുകൾ പറയും. അത് വലിയ തെറ്റിദ്ധാരണയാണ്. എല്ലാ പ്രായത്തിലും കല്യാണം കഴിക്കണം. ഉടനെ കല്യാണം കഴിക്കും. ഞാൻ ഈ കല്യാണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കാൻ പറ്റിയാലും ഞാനാണ്. എല്ലാ അനുഗ്രഹമുണ്ട്. പിന്നീട് പലപ്പോഴായിട്ട് ബാലയുടെ മുന്നേ ഈ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ അദ്ദേഹം അത് ആസ്വദിക്കുകയും ഒക്കെ ആണോ ചെയ്തിട്ടുള്ളത്? പുള്ളിക്ക് ഞാൻ എപ്പോൾ ചെയ്താലും ബാലചേട്ടന് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ ഓരോ സമ്മാനങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ച് തരാറുണ്ട്. അപ്പം സന്തോഷമാണ്, ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പം ചലച്ചിത്രങ്ങളിലെല്ലാം ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശബ്ദം വരുന്നു. അതിൽ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള ശബ്ദം ഇത്തരത്തിലുള്ള ശബ്ദമാണെന്ന് അറിയുന്നത്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയാവുന്നു, ട്രോളുകളിലൊക്കെ നിറയുന്നു. അങ്ങനെയൊക്കെ ട്രോളുകൾ കണ്ടാണോ ഈ ശബ്ദം അനുകരിച്ച് തുടങ്ങിയത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രോളിങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചിരി വന്നു. ചിരിച്ചപ്പോൾ ഇങ്ങനെ കുറേ വട്ടിരുന്ന് കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടി ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പറ്റി. അപ്പോൾ ആദ്യമൊന്നും ഒട്ടും പെർഫെക്ഷൻ ഇല്ല. പിന്നെ പയ്യെ
മറ്റേ പോളിഷ് ചെയ്ത് സെറ്റാക്കിയതാണ്. ഈ പൃഥ്വിരാജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡയലോഗ് വലിയ ചർച്ചയാണ്. ആ ഡയലോഗ് എന്ന് പറയാം. ടിനിട്ടോം അതെ. അതെ. ഞാൻ പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ, ഞങ്ങളുടെ ഒരു ബെൽറ്റ് പുതിയ സിനിമയ്ക്ക് അതിലേക്ക് നിങ്ങളെ വിളിക്കുക, കുറച്ച് കമ്മിയാക്കി പറയാ. പേരെന്താ പറഞ്ഞേ? ആദർശ്. നീ ലെമൺ ടീ ചോദിച്ചാ? ഞാൻ പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ. ഇപ്പൊ ഈ സമീപകാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ ഒരു വീഡിയോ കണ്ടു. ഒന്നല്ല, 2 വീഡിയോകളുണ്ട്. അതിലൊരു വീഡിയോ ഉമ്മൻചാണ്ടിയുടെ മകനൊത്ത് ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ മകനോട് അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംസാരമായിരുന്നല്ലോ. അത് ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു ഭാഗം, വീഡിയോയുടെ ഭാഗം വരുന്നു. അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ അവരുടെ മുൻപിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ ആ ഒരു സംഭവം അതെങ്ങനെയാണ്? ഉമ്മൻചാണ്ടി സാറിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വോയിസാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ സൗണ്ട് പഠിച്ചു, മുമ്പിൽ പോയി ചെയ്തു. എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് പോയിട്ടില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രോഗ്രാമിലേക്ക് ഞാൻ ചെയ്യും. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സൗണ്ട് ആയതുകൊണ്ട് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് എനിക്കൊരു സന്തോഷം വരും, ഒരു കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൻ്റെ തലേ ദിവസം നമ്മൾ കൊട്ടാരക്കരയിൽ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ രോഹിത്തേട്ടനുണ്ട്. രോഹിത്തേട്ടൻ പറഞ്ഞ ഒറ്റ മൈൻഡ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലേക്ക് പോയാലോ? നേരെ അവിടെ വിളിക്കുന്നു, നമ്മൾ നേരെ പോകുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ പോയ വരിക്കുള്ള ഞാൻ ഇട്ട ഡ്രസ്സും കോസ്റ്റ്യൂം എല്ലാം അന്നത്തെ ഒരു പ്ലാനിങ്ങാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു, പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയതാണ്. പക്ഷെ അതിങ്ങനെ വൈറലാണെന്നൊന്നും വിചാരിച്ചില്ല. അന്ന് ചാണ്ടിയമ്മനോട് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ശബ്ദം ഒന്ന് അനുകരിക്കും. ഉറപ്പായിട്ടും. അവനെ ചാണ്ടി അപ്പ മിസ് ചെയ്യുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും ഒന്ന് പറ. അപ്പം ഈ ശബ്ദം പുറത്തു വന്ന ഈ ശബ്ദം അനുകരിച്ച സമയത്ത് ചാണ്ടിയമ്മൻ തൊട്ട് മുൻപിൽ തന്നെ ഉണ്ടല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്ത് നിന്ന് വായിച്ചത്? വളരെ വൈകാരികമായ ഒരു വീഡിയോ ആയിരുന്നല്ലോ. അത് ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ആ വീഡിയോ പ്രചരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടൊരു പ്രതികരണം? അത് ഏത് നിലയ്ക്കാണ്? സ്വാഭാവികമായിട്ടും ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫേസാണ് ഞാൻ കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സാധാരണ ചിലയിടത്തൊക്കെ നമ്മൾ ചില ആളുകളുടെ വോയിസ് ചെയ്യുമ്പം പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് മുഖം കാണുമ്പോഴേ മനസ്സിലാവും ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം കണ്ടപ്പോഴും എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞു, നമ്മൾ അന്ന് ചെയ്തത് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ഇടയ്ക്കൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. എപ്പോഴായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീഡിയോ ഇത്തരത്തിൽ അനുകരണം തുടങ്ങുന്നത്? ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഞാനിങ്ങനെ സ്കൂളിലൊക്കെ ചെയ്യും. ആകെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വോയിസ് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് അപ്പം സ്കൂളിലൊക്കെ ഞാനങ്ങ് സ്റ്റാറാണ്. 7ാം ക്ലാസ്സിൽ മിമിക്രി അവിടെ ഞാൻ മാത്രമേ ചെയ്തുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഞാനിത് കാണിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ച് സെറ്റാക്കി എടുത്ത് പിന്നെ ഞാൻ ഫ്ലവേഴ്സിൽ പോയി ഈ പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്തു. അത് അത്യാവശ്യം ഒന്ന് കയറിയ എപ്പിസോഡായിരുന്നു. അതിനുശേഷം ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ പോയി നേരിട്ട് കണ്ടു പുതുപ്പള്ളിയിൽ. അതായത് സാറ് വീട്ടിലെല്ലാം ഞായറാഴ്ച വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഞായറാഴ്ച ഇതേപോലെ വീട്ടിൽ നേരെ പുതുപ്പള്ളിയിൽ പോയി. അവിടെ ചെന്ന് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. ഞാൻ പോയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു, സാർ ഇതേപോലെ ഞാൻ മിമിക്രി ചെയ്യും, ചെയ്തോട്ടെ എൻ്റെ ഇതുകൊണ്ടാണോ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് എന്തുവാ പേരെന്തുവാ? റിഷാദ് കൊള്ളാം അങ്ങോട്ടോ, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും സാറിന് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഒരു ചെക്ക് എഴുതി തന്നു ഉമ്മച്ചിക്ക് കൊടുക്കാൻ. എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പഴയ ഉമ്മൻചാണ്ടിയുടെ ശബ്ദം അനുകരിക്കാമോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ പഴയ വോയിസ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് വേണ്ട എല്ലാ സംവിധാനമുണ്ട്. അതിന് മുതിരാതെ ഒരു പ്രധാനമന്ത്രി വന്ന് ആരോപണം ഉന്നയിക്കുന്നു. ഈ പ്രശ്നം പറഞ്ഞപ്പോൾ സോണിയാഗാന്ധിയും പറഞ്ഞത് ഇത് തന്നെയാണ്. എന്ത് അന്വേഷണവും നടക്കട്ടെ. ഋഷാദ് നന്നായിട്ട് ആസിഫലിയുടെ ശബ്ദം അനുകരിക്കുന്ന എന്നോട് കുറച്ച് ആളുകൾ. നമുക്ക് ആസിഫലിയുടെ ശബ്ദം ഒന്ന്. ഓക്കെ. ആസിഫിക്കാട് ഒരു സിനിമയിലെ ഡയലോഗാണ്. അതെ. ചേച്ചി സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോൾ എത്ര വലിയവരാണെങ്കിലും അവനെന്തൊക്കെയോ ഉണ്ടെങ്കിലും ശരി, എൻ്റെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചടിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സ്റ്റാലിൻ ജോർജ് സദാശിവബോധന തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. പൊളിഞ്ഞ്. അപ്പോൾ അടുത്ത് ഏറി പോകാനുള്ളതായിട്ടുണ്ട്. ചോദിക്കും.
എങ്ങനെയാണ് റിഷാദ് ഈ ഒരു മിമിക്രിയുടെ അല്ലെങ്കിൽ അത്തരം ഒരു ലോകത്തേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ കഥയാട്ടോ ചുരുക്കി പറയുന്നാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് ഞാൻ തൃശ്ശൂരാണ് താമസം. വീടിനടുത്ത് ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായി, കലാഭവൻ മണിച്ചേട്ടൻ്റെ ആഴക്കടൽ എന്ന പടത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ സിനിമയുടെ ഷൂട്ട് കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു സ്പാർക്ക്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പുള്ളീനെ അങ്ങ് റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാവരും നോക്കുന്നു, എല്ലാവരും പുള്ളിയെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് അങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ തോന്നി. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു വലിയ നടനാവണമെന്നാണ്, മുൻനിര നായകന്മാരിൽ ഒരാളാവണമെന്നാണ്. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ ദൈവം സഹായിച്ച് തന്നൊരു കഴിവാണ്. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയം തൊട്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഈ സാറന്മാരെയൊക്കെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഞാൻ അവരെ പോലെയൊക്കെ കാണിക്കും. അവരുടെ മാനറിസങ്ങൾ, അവരുടെ രീതി, അതെല്ലാം അതുപോലെ തന്നെ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ച് ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വോയിസ് എനിക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പറ്റും എന്ന് മനസ്സിലായി. പിന്നെ പയ്യെ ഓരോരുത്തരുടെ ആയിട്ട് പഠിച്ചാണ് അങ്ങനെ ആയേ. ഇനി മുൻപിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ എങ്ങനെയെങ്കിലും സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ മുൻനിര നായകന്മാരിൽ ഒരാളാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം പണ്ടത്തേക്കാൾ ഒരുപാട് എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം അത്യാവശ്യം ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ബാലചേട്ടൻ കാരണമാണ് ആരിലൊക്കെ ചോദിക്കാറുണ്ട്, അമ്മ മറ്റേ പയ്യനല്ലയോ. അപ്പോൾ എനിക്ക് സന്തോഷം വരും. അപ്പോൾ ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ആയല്ലോ, അപ്പം ഇനി കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നടൻ ബാല റിഷാദിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടല്ലേ? ഗോഡ് ഫാദറാ. അതെ. എങ്ങനെയാ അതൊരു വലിയ തോതിൽ സ്വാധീനിക്കുന്ന നിലയിലേക്ക് മാറുന്നത്? എല്ലാവരും എന്താ പറയുക പ്രതീക്ഷിച്ചില്ലല്ലോ. അത്രയും നാൾ ഞാൻ ഇതിനു മുമ്പും പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അത്യാവശ്യം കയറിയാലും ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങ് വലിയൊരു ഹൈപ്പായി. കാരണം 2000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം 15K ഫോളോവേഴ്സ് ഒറ്റയടിക്കാൻ കൂടിയ. ഇർഷാദ് ഗൂഗിൾ പേയിലൊക്കെ പൈസ ചോദിക്കാൻ വേണ്ടി ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പിൽ ബാലയുടെ ശബ്ദമാണ് അയക്കാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ശബ്ദ സന്ദേശം? അതൊന്നുമില്ല. അല്ല ജാഹിത്തേട്ടാ എവരാ? ഇത് ഞാൻ ഒരു കടയിൽ നിൽക്കുകയാണ്. ഒരു 180 രൂപ GPയിലേക്ക് നന്മ കാണിക്കേ. ഈ തന്മ കാണിക്കുക എന്നുള്ള ഒരു ബാലചേട്ടന്റെ ഒരു സംസാരം അത് ഒരുപാട് കുറച്ച് ശൈലിയുണ്ട്. അത് പുള്ളിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ പുള്ളി ഇംഗ്ലീഷും മലയാളവും തമിഴും കൂടെ മിക്സ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ചില വാക്കുകളൊക്കെ കട്ടിയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യും. എല്ലാം കൂടെ ഇത് അതേ പെർഫെക്ഷനിൽ തന്നെ റിഷാദ് അവതരിപ്പിക്കുന്നുണ്ട്. താങ്ക് യു. വേറെ ആരുടെയൊക്കെ ശബ്ദങ്ങൾ അനുകരിക്കാറ്? വേറെ ഞാൻ ബൈജു സന്തോഷ്. നമുക്കൊന്ന് കേട്ടോ. ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ്. വർമ്മ സാറേ, അങ്ങനെ കളഞ്ഞു കിട്ടുന്ന ജ്ഞാനപ്പഴമൊന്നും ഈ മുരുകന് വേണ്ട. ഇത്രയും നാളും അപ്പുറത്തിരുന്ന് ഒറ്റിയപ്പോൾ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് കൊടുത്താൻ കാണുമെന്ന്. ഒരു മര്യാദ വേണ്ടേ? നീ തീർന്നടാ, നീ തീർന്നു. പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു. ബൈജുചേട്ടൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കോമഡി ഉത്സവത്തിൽ വെച്ച് തന്നെ നേരിട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. എന്താ ബൈജുചേട്ടൻ പറഞ്ഞേ? നിന്റെ സൗണ്ടൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബോഡി ലാംഗ്വേജ് കുറച്ച് മാറ്റണം. പുള്ളി എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണല്ലോ. ബൈജുചേട്ടന്റെ സൗണ്ടും ബാലയുടെ സൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു പാലുകാച്ചലുണ്ടോ? ഞാൻ ചെയ്യുമ്പോൾ ചെറിയൊരു പാല് കാച്ചി വരാറുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വരാറില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബൈജുക്കകത്ത് ബാല കയറും, ബാലയിൽ ബൈജു ചേട്ടൻ കയറും, അങ്ങനെ വരാറുണ്ട്. ഈ ബാല ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും? ദേഷ്യപ്പെടുമ്പോൾ ഇപ്പം എന്തെങ്കിലും പ്രവോക്ക് ആവുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, ദേഷ്യം കാണിച്ചു തരാം. നടൻ ബാല അങ്ങ് അഹങ്കാരിയാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടല്ലോ. യാര് പറഞ്ഞേ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട്. യാര്? ഈ ഓൺലൈൻ മീഡിയകളിലൊക്കെ എല്ലാം നീ വിശ്വസിക്കാറുണ്ട് ഓൺലൈനിൽ വരുന്നത്. അല്ല, അങ്ങനെ കണ്ടപ്പം നീ കണ്ടോ ഞാൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടോ? ഇത്ര നേരം ദേഷ്യപ്പെട്ടോ എൻ്റെ അടുത്ത്? ഞാൻ ജന്മത്തിൽ ഞാൻ യാരടുത്തും ദേഷ്യപ്പെട്ടിട്ടില്ല, ഒരാളുടെ അടുത്ത്. ഇനി ദേഷ്യപ്പെടുത്തില്ല. ദേഷ്യപ്പെട്ടതല്ല, സ്നേഹത്തിൽ പറയുക. അത് ഇത്തരത്തിലാണല്ലേ ബാലയുടെ ദേഷ്യം. ഇത് കാണുന്ന ബാലച്ചേട്ടൻ നടൻ ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള ഒരു ചിത്രം ഇൻസ്റ്റയിൽ കണ്ടു. അത്തരത്തിൽ സിനിമയിലെ ഇത്തരത്തിൽ കുറേ നാളുകളായിട്ട് ടെലിവിഷൻ ഷോകളിൽ സജീവമാണ്. ഈ സിനിമാ മോഹമൊക്കെ ഈ ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെയുള്ള പരിചയമുള്ള ആളുകളോടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ ആദ്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരനാണ്. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആറ്റിങ്ങിൽ മൈജിയുടെ ഇനോഗ്രേഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ മിമിക്രി ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോയ സമയത്ത് ഉണ്ണി മുകുന്ദൻ അവിടെ നിന്ന് വരിക. അപ്പോൾ ഞാൻ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ നിർത്തേണ്ടി വന്നു. നിർത്തിയിട്ട് ഞാൻ സൈഡിലേക്ക് നിന്നു, പുള്ളി നേരെ സ്റ്റേജിൽ കയറി വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ. ആ ത്വരയിൽ ഞാൻ നേരെ പോയിട്ട് അടുത്തേക്ക് ചെന്നതാണ്. അപ്പോഴത്തേക്ക് ഒരു സെക്യൂരിറ്റിക്കാരനെ പിടിച്ചെങ്കിൽ തള്ളിയപ്പോൾ ഞാൻ വീഴാൻ വേണ്ടി പോയപ്പോൾ കയറി പിടിച്ചത് ഉണ്ണി മുകുന്ദൻ്റെ കാലില്ല.
പുണ്ണിച്ചേട്ടൻ എന്തിനാ നീ കാല് പിടിക്കുന്നത് എന്നിട്ട് എന്നെ പിടിച്ച് എണീപ്പിച്ച്. ഞാൻ പറഞ്ഞു സാർ വേഷം അടുത്ത സിനിമയിൽ. ഇപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് ഇതേപോലെ എനിക്ക് നമ്പർ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചില്ല, ഞാൻ മടിയായി, എനിക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ വിളിക്കാൻ എന്തോ വിചാരിക്കുന്നിട്ട് തോന്നുന്നു 2-3 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞപ്പം പിന്നെ മറന്നു കാണുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. പിന്നെ മാമാങ്കം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു, ഒരു വോയിസ്. സാറേ പടം കണ്ടു, സൂപ്പർ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു. പുള്ളി എൻ്റെ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട്, പക്ഷേ വോയിസ് കേൾക്കുന്നില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹലോ ഹായ് ചേട്ടാ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടും. എല്ലാം കാണും, പക്ഷേ വോയിസ് കേൾക്കുന്നില്ല. കേട്ടിട്ട് റിപ്ലൈ തന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വലിയൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തങ്ങ് ഇട്ടു, വലിയത്. എന്നിട്ട് പുള്ളി ആണെങ്കിൽ അപ്പം തന്നെ കണ്ടു. പിന്നെ മെസ്സേജിന് റിപ്ലൈ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ തേഞ്ഞ് അന്നേ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് വിചാരിച്ച്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു വോയിസ് വന്നു. നിൻ്റെ അടുത്ത് ഞാൻ അന്ന് വിളിക്കാൻ പറഞ്ഞല്ലേ എന്നിട്ടൊരു വോയിസ് വന്നു. രണ്ടാമത് വേറെ വോയിസ് വന്നു. മോൻ്റെ പേരൊന്ന് അയച്ചു തരൂ, ഞാൻ നമ്പർ സേവ് ചെയ്യാം കേട്ടോ. താങ്ക് യു എന്നിട്ടൊരു വോയിസ് അയച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്ക് ബുദ്ധിയില്ലല്ലോ. ഞാൻ മറ്റേ വെളിയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് പറയും. ചേട്ടാ എവിടെയാ? ചേട്ടാ ഞാൻ സ്കൂളിൽ പോകട്ടോ. ഓക്കെ സ്കൂളിൽ നിന്ന് വന്നു, അവിടെ വള്ളിയായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എല്ലാത്തിനും പുള്ളി എനിക്ക് റിപ്ലൈ തരും. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ വരുന്ന സമയത്ത് ഞാൻ പോയി കാണുമായിരുന്നു. അപ്പോൾ ഒരു വട്ടം പുള്ളി എനിക്ക് ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ മേടിച്ച് തന്നിട്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ഇങ്ങനെയാണ് സിനിമയിൽ വന്നത്, ഇത്ര കഷ്ടപ്പെട്ടു, നീ ഇതേപോലെ കഷ്ടപ്പെടണം, നിൻ്റെ ഇതൊക്കെ മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ നിനക്ക് ഫുഡ് മേടിച്ച് തരുന്ന പോലെ നീ എന്തെങ്കിലും നടന്നായി കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ അവന്മാർക്കും ഫുഡ് മേടിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ പോപ്പിൻസിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്നായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ നമ്മുടെ MD രോഹിത്തേട്ടൻ പറഞ്ഞു ഇതേപോലെ ഇവൻ ഉണ്ണിമുന്തനായിട്ട് പണ്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ഇപ്പം കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും അവൻ്റെ അമൃതയിലെ പരിപാടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് നല്ലപോലെ. ഒരുപാട് ടെലിവിഷൻ ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പെട്ടെന്ന് കോമഡി പറഞ്ഞ് ഫലിപ്പിക്കുന്നത്? അത് ഞാൻ പണ്ടോട്ട് എങ്ങനെയാണ്, അതായത് എനിക്ക് ആരെയും ഇങ്ങനെ വിഷമിച്ച മുഖത്തോടെ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ 24 മണിക്കൂർ എന്തെങ്കിലും കോമഡിയും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചിരിപ്പിച്ച് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് മെച്യൂരിറ്റി ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം മനസ്സിലുണ്ട്. ചില സമയത്ത് മാത്രമേ അതൊക്കെ പുറത്ത് വരാറുള്ളൂ. അപ്പോൾ അതുവരെ ബാക്സ് വിചാരിക്കുന്ന കോമഡിയൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വലിയ വിഷയം നടക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഊരിപ്പോകാനുള്ളത് എനിക്ക് ദൈവം അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഓഡിയേഷന് വേണ്ടി എത്തി, പിന്നെ അതൊരു ടെലിവിഷൻ ഷോയിലേക്ക് എത്തുന്ന ഒരു കഥ കേട്ട് എന്താണ് സംഭവം? ഞാൻ ഈ ഫേസ്ബുക്കിൽ, അന്ന് ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഇതേപോലെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. എത്ര നാൾ മുമ്പായിരുന്നു? 2019 മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ചാൽ. അപ്പം ഞാൻ നേരെ വീട്ടിൽ പറഞ്ഞാൽ വിടത്തില്ല എന്ന് സ്വന്തമായിട്ടൊരു പേടിയാണ്. കാരണം വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഉമ്മ എൻ്റെ കൂട്ടുകാരൻ ആദ്യത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചാ നാളെ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് നാളെ അവിടെ നിന്നിട്ട് മറ്റന്നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയും മേടിച്ചുകൊണ്ട് പോയി. നേരെ കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി കൊച്ചിയിൽ വന്നു. രാവിലെ ഒരു 4 മണിയായപ്പോൾ എത്തി. ബസ്സൊന്നും ഇല്ലല്ലോ, പിന്നെ അവിടെ അന്ന് മെട്രോ ഇല്ലെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വള്ളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം കറക്റ്റ് ഒരു 9 മണിയായപ്പോൾ മെർമെയ്ഡ് എത്തി. അപ്പോൾ താഴെ ഒരു ഹാളുണ്ട്, മുകളിലൊരു ഹാളുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ചോദിച്ചു, ചേട്ടാ ഈ ഓഡീഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു മുകളിലാണ്, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം അത് സത്യത്തിൽ ഓഡീഷൻ അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി മുകളിൽ പോയി അവിടെ ഇരിക്കുന്നു. അവിടെ ഇരിക്കാൻ നേരത്ത് എല്ലാവരും മിമിക്രി ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, മിമിക്രിയെ ബന്ധപ്പെട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ മിമിക്രി ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ മിമിക്രി ചെയ്തിട്ട് എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ മിമിക്രി ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞു, നീ ആ ഡയലോഗ് മാറ്റിയിട്ട് നാളെ ഒന്നുകൂടെ കാണിക്കാം. നാളെയാ? ഞാനിതുവരായിട്ട് ഓഡിഷനൊന്നും പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കും ഈ സിനിമയുടെ കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരന്ന് എനിക്ക് മെർമെയ്ഡ് ഹോട്ടലിൽ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അടുത്ത ദിവസം കാണിച്ചപ്പോൾ പറഞ്ഞു നാളെ ഡയറക്ടർ വരും, ഡയറക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡയറക്ടർ ഇപ്പോൾ ഇവരാരും അല്ല ഡയറക്ടർ. പിന്നെ ഡയറക്ടർ വരുന്നത് വെയിറ്റ് ചെയ്തു, കുറച്ചുകൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് സിനിമയാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ വിഷയമായി നാട്ടിൽ. കാരണം ഞാൻ മുങ്ങിയ കാര്യം അറിഞ്ഞു. കാരണം പാലുകാച്ചൊന്നും അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്നിട്ട് ഈ പറയുന്ന പോലെ എല്ലാവരുടെയും മിമിക്രി കേട്ടു. കുറേ പേരുണ്ട്, അപ്പോൾ ഇത്രയും പേര് സെലക്ട് ആവുമായിരിക്കും. അന്ന് മിമിക്രി കേട്ടിട്ട് ഡയറക്ടർ പറഞ്ഞു നാളെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, മറ്റന്നാൾ ഷൂട്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷിച്ച ദിവസമാണത്. ഞാൻ സിനിമയിലാ ഇത്ര പെട്ടതാ. ഞാൻ നേരെ ഉമ്മാനെയൊക്കെ വിളിച്ചിട്ട്, ഉമ്മ ഞാൻ മുങ്ങിയതാ, എനിക്ക് സിനിമ ചാൻസ് കിട്ടി, നിങ്ങളൊന്നും എവിടെ വിടത്തില്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ സ്കൂളിലൊക്കെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, മറ്റന്നാളോട്ട് ഷൂട്ടിങ്ങാണ്, നാളെയാണ് ലാസ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് ഇവരിങ്ങനെ ഇരുന്ന് കഥ പറയും, ഈ പരിപാടി തുടങ്ങിയ ചരിത്രം മുഴുവൻ.
അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ കയറിയ സ്ഥലം മാറി. ഞാൻ താഴത്തെ ഹാളിലായിരുന്നു കയറേണ്ടത്. എവിടെയാണ് അത് കയറിയതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്നതല്ല, ഞാൻ സിനിമയുടെ ഓഡിഷന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇതായിപ്പോയി. അപ്പോൾ വരക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞു ഞാൻ നാട് വിട്ടാൽ വന്നേന്ന്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നിഷ്കളങ്കനായിരുന്നില്ല. പിന്നീട് ആ വേദികളിലൊക്കെ നന്നായിട്ട് തിളങ്ങാനും പറ്റിയല്ലേ? പിന്നെ അന്ന് തന്നെ ഏറ്റവും കൂടുതൽ വരക്ക് പറഞ്ഞത് ടിനിച്ചേട്ടനാണ്, ടിനിട്ടോ. പക്ഷെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് പോയ പ്രോഗ്രാമിലും ടിനിച്ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. നീ നന്നായി, നീ വലുതേട്ടാ, മെച്ചൂരിറ്റി, നീ വൈറലല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടിയില്ലേ? ഇഷ്ടംപോലെ. എന്താ ഇനിയുള്ള പരിപാടികളൊക്കെ? അതായത് ഞാനിപ്പോൾ ഇവിടം വരെ എത്തി. ഞാൻ ബാലചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ വൈറലായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓൺലൈൻ മീഡിയയിൽ വർക്കിന് കയറി. കാരണം നാട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ല, വെറുതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് പേരെ നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് പേരെ കാണാൻ, സംസാരിക്കാം, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമല്ലോ. ഏതായാലും ഓണ ദിവസങ്ങളാണല്ലോ. എന്തായാലും റിഷാദിന് ഭാവിയിൽ ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടരുത് എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നടൻ ബാലയുടെ സംസാരത്തിൽ തന്നെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും എനിക്ക് ഇത് ആക്ടർ ബാലാണ്. ഓണം എന്നെ പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാവേലി ആര്? മാവേലി ആര്? മാവേലി ഓണത്തിനൊക്കെ വരുന്നു. ഓണത്തിന് എന്തിനാ മാവേലി വരുന്നേ? പ്രജകളെയൊക്കെ കാണാൻ. എന്തിനാ കാണുന്നേ? പ്രജകളെയൊക്കെ കണ്ട് അവരുടെ ക്ഷേമമൊക്കെ അറിയുന്നത്. എല്ലാവരും പറയും, പക്ഷേ മാവേലി ഇപ്പോൾ വരാറുണ്ട്. എല്ലാവരും മാവേലിയെ വേണ്ട, എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുക. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എൻജോയ് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്, അതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ വക ഓണാശംസ. നന്നായി വാ, നീ കല്യാണം കഴിക്കണം, മറക്കരുത്. റിഷാദിന് മുൻപോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഓണ ദിവസങ്ങളിൽ സി മലയാളം പ്രേക്ഷകർക്കൊപ്പം സമയം ചിലവഴിച്ചതിൽ നന്ദി. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം.